നിങ്ങളെല്ലാവരും ഒരു മമ്മൂക്ക ഫാൻ ഗേൾസ് ഒക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മമ്മൂക്കയുടെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 സെപ്പറേഷൻ ഓഫ് റോൾസ് ഉണ്ട്. വേറെ ആളിപ്പോ ധ്രുവം പോലെ, അല്ലെങ്കിൽ കിങ് പോലെ, ബിഗ് ബി പോലെ ഒരു കൈൻഡ് ഓഫ് ഒരു മാസ് ലാർജർ ദാൻ ലൈഫ് ഒരു പടം ഉണ്ടാവും. അപ്പുറത്ത് ഇപ്പൊ ഭയങ്കര ലൗഡായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു മമ്മൂക്കയുണ്ട്. ഇപ്പൊ കുട്ടേട്ടൻ അത്ര ലൗഡല്ല. ഇപ്പൊ തുറുപ്പുകുലാൻ, ഷൈലോക്കിലൊക്കെ ആർമാദിച്ച് അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു മമ്മൂക്കയുണ്ട്. അതിന്റെ അപ്പുറത്ത് ഭയങ്കര വൾണറബിൾ ആയിട്ട് ഇപ്പൊ വാത്സല്യത്തിലോ അല്ലെങ്കിൽ കാഴ്ചയില്, പളുങ്കില് ഒക്കെ ഉള്ള ഒരു മമ്മൂക്കയുണ്ട്. ഏത് ആസ് എൻ ആക്ടർ അവിടുന്ന് ഒരു പിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് മമ്മൂക്കനെ പിക്ക് ചെയ്യുക? എനിക്ക് അഴകിയ രാമനിലെ വേദനിക്കുന്ന കോടീശ്വരൻ ശങ്കർദാസ്, പിന്നെ കാഴ്ച, പളുങ്ക്, പിന്നെ മിസ് ഔട്ട് ചെയ്തൊരു മൂവി ഉണ്ട് വർഷം, തനിയാവർത്തനം. അങ്ങനെ സോറി, വർഷത്തില് മമ്മൂട്ടി സാറിന്റെ ആ ഒരു മകൻ ഇഷ്ടം ഹോസ്പിറ്റലിൽ സീനാണോ? അതെ, മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത്, അതായത് ഏത് രീതിയിൽ വേണമെങ്കിലും വിഷമം കാണിക്കാം. മകൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് വേണമെങ്കിൽ പൊട്ടിക്കരയാം നമുക്ക്. അതല്ലെങ്കിൽ ഒരിക്കലും മകൻ മരിക്കുന്നത് എങ്ങനെ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഷോക്കായിട്ട് നിൽക്കാം. കരച്ചില് ഏത് ടൈപ്പ് ഓഫ് കരച്ചില് വേണമെന്നുള്ളതിന് വളരെ എന്താ പറയാ, അത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രയധികം വിഷമം ആവുന്നുണ്ട്. അതുപോലെ പളുങ്കില് നസ്രിയ മരിക്കുന്ന സമയത്ത്, ആ സീനില് നസ്രിയ മരിക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു രണ്ടിന്റെ ആ ഒരു രണ്ടിന്റെ സിനാരിയോ എന്താണെന്ന് വെച്ചാല് മകൻ മരിച്ചു, ഇപ്പുറത്ത് മകൾ മരിച്ചു. പക്ഷെ അത് കാണിക്കുന്നത് ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതെ, 2 ഡിഫറെന്റ് എക്സ്ട്രീംസിലാണ് അത് പോകുന്നത്. അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഇത് 3 ആയിരിക്കും ഞാൻ പിക്ക് ചെയ്യുക. ഐശ്വര്യക്ക് അങ്ങനെ ഒരു ഈ 3 വെർട്ടിക്കൽസ് ഇതിൽ ഏതെടുക്കും? ഏത് മമ്മൂക്ക എടുക്കും? ലാർജർ ദാൻ ലൈഫ് മമ്മൂക്ക എടുക്കണോ, വൾണറബിൾ എടുക്കണോ, അതോ ലൗഡ് ആയിട്ടുള്ള? വൾണറബിൾ, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം മമ്മൂക്കനെ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു മൂവിയോ സീനോ അങ്ങനെ ഉണ്ടോ? എനിക്ക് അഴകിയ രാമൻ ഐ റിയലി ലവ് ദാറ്റ് ഫിലിം, ദ വേ ഹി വാസ് ഇൻ ദാറ്റ് ഫിലിം. പിന്നെ എല്ലാം ഇപ്പൊ റീസെന്റ് ആയിട്ട് ബ്രഹ്മയുഗം, അതിലത്തെ മമ്മൂക്കനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ദ വേ ഹിസ് മാനറിസംസ് വേ യുനോ ത്രൂ ഔട്ട് ദ ഫിലിം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ലേ മമ്മൂക്കയുടെ ക്യാരക്ടർ, മമ്മൂക്കയുടെ ഗെറ്റപ്പും എല്ലാം. അതിൽ തന്നെ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി പോലെ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് യങ്ങർ മമ്മൂക്കയായിട്ട് വരുമല്ലോ, എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു സമയത്താണല്ലോ. അപ്പൊ അവിടെ ആക്ച്വലി നമുക്ക് മനസ്സിലാവും ചാത്തം കയറിയതാണ് ഇത് എന്നുള്ളത്, പക്ഷെ അവർക്ക് മനസ്സിലാവാൻ പാടില്ല. സോ കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ഒരു മാസ്കിങ് ആക്ടിങ് ആ പുള്ളി അവിടെ ട്രൈ ചെയ്തു. അത് നല്ലൊരു ബ്രില്യന്റ് ഫിലിം ആൻഡ് മമ്മൂക്ക വാസ് ഇൻക്രെഡിബിൾ. നിങ്ങൾ പറഞ്ഞ മാതിരി ബോത്ത് ദ യങ്ങർ വേർഷൻ ഹി ഡിഡ് എ ഇൻക്രെഡിബിൾ ജോബ്. Have you taken inspiration from Mammuka in the way he manages the body language when he comes to a character? I'm trying my best to learn as much as I can from him, but he's always 10-100 steps ahead from everybody. Yeah, you can't catch up to him. It's too easy for him. You know, like we can keep trying, we can keep learning, right? But he's always ahead of us, and he'll always be. What will be the conversations with Mammuka when it comes to films? These are general conversation, not about film. General conversation when we meet. I always want to ask him, like, how is it that's so easy for you? He's like, he prepares something in his own head, and when he's on set, like in Bazooka, he is this one particular character, and that's him throughout. It's his own preparation. It's like in Big B also, it was the same thing. Like he gets into the character and he stays there. Okay. I have not seen many people do that. You know, it's like it's so easily. So you give him something and he owns that dialogue, he owns that aura, he owns that personality, that character that he wants to do. ഇപ്പം ഈ പടം ഒരു ഗെയിം ത്രില്ലർ ജോണറിലാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് വയലൻസ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു മോഡുവാണെന്നാ പറയുന്നത്. അപ്പം ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ആളുകളെ ആരും ഫിസിക്കലി കൊല്ലുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ അപ്പുറത്ത് ത്രില്ലും ഉണ്ട്. ആ ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ മലയാളത്തിൽ പുതിയതായിരിക്കോ? ഇതില് ഗെയിമിംഗ് എലമെന്റ്സ് ഉണ്ട് ബസൂക്കന്റെ അകത്ത്. ഒരു ഗെയിം ത്രില്ലർ എന്നുള്ളതിലുപരി ഗെയിമിംഗ് എലമെന്റ്സ് ആഡ് ചെയ്തൊരു സിനിമയാണ് ബസൂക്ക. അപ്പം അതിനകത്ത് ഈ ഒരു ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ഗെയിം ത്രില്ലർ പാറ്റേണിലുള്ള, അതായത് ഭയങ്കര ഓവർ ദ ടോപ്പ് വയലൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. വയലൻസ് ഇല്ല ബസൂക്കയില്, വയലൻസ് ഇല്ല. ഗെയിം ത്രില്ലർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഗെയിമിംഗ് എലമെന്റ്സ് ഉള്ള സിനിമയാണ് ബസൂക്ക. ബാക്കി 10th നിങ്ങൾ കാണണം. ഈ ഐശ്വര്യ ഭയങ്കര ഒരു ആലിയ ഭട്ട് ഫാൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആലിയ അപ്പുറത്ത് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് ഹൈവേയും ചെയ്യുന്നുണ്ട്.
മനസ്സിലായോ? അപ്പൊ അവരുടെ ഗ്ലാമർ ആയിട്ടുള്ള ഒരു വേഷം ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഒരു ആക്ടിങ് കാലിബർ മൊത്തമായിട്ട് ആളുകളെ കാണിക്കുന്ന സിനിമ അപ്പുറത്ത് സംഭവിക്കുന്നുണ്ട്. ഐശ്വര്യക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് എന്റെ ഈ ഒരു ഫിസിക്കും അല്ലെങ്കിൽ എന്റെ ഈ ലുക്സിനെ മാത്രം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളൂ, അപ്പുറത്ത് എന്നെ ചാലഞ്ച് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ പെർഫോമൻസ് ഓറിയന്റഡ് റോൾസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ലൈക്ക് യു സെഡ്, I think Alia Bhatt is an incredible actor, and the way she chooses films are amazing. അത് എല്ലാ പടങ്ങളും ഐ തിങ്ക് ആലിയ ഭട്ട് ഡസ് ദാറ്റ് ഫിലിം. ദ സ്ക്രിപ്റ്റ് ഇസ് ഓൾസോ ഗ്രേറ്റ്. ഐ ഡോണ്ട് നോ, ഷി ഹാസ് എ നല്ല സെൻസ് ഉണ്ട്. Timing is correct. For her, timing is correct. ടൈമിംഗ് ഇസ് കറക്റ്റ്. എല്ലാം നല്ല രസമുണ്ട് അവർ പിക്ക് ചെയ്യണ റോളും പടങ്ങളും. സോ അങ്ങനത്തെ കുറെ പെർഫോമൻസ് ഓറിയന്റഡ് റോൾ ചെയ്യണമെന്ന് കുറെ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഹൈവേ പോലത്തെ, ദാറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം. സോ അങ്ങനത്തെ ഒക്കെ റോൾ കിട്ടണം, ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മോർ ദാൻ ജസ്റ്റ് ലുക്കിംഗ് പ്രിറ്റി, അതിനെക്കാട്ടിലും കുറെ പെർഫോമൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രിറ്റി ആയിട്ട് കാണപ്പെടാൻ വേണ്ടിട്ട് ഐശ്വര്യ എടുക്കുന്ന എഫേർട്സ് ഉണ്ടല്ലോ, ഇതിനുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അതിപ്പോ ഒരു ചീസ് കേക്ക് ഉണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ഇപ്പൊ ഇൻവോളണ്ടറി വരുന്നുണ്ടോ? അതായത് ഒന്നും ഉള്ളിന്ന് ഒരു പുഷ് കൊടുക്കാണ്ട് തന്നെ നടക്കുന്നുണ്ടോ? ആക്ച്വലി ഒത്തിരി കൺട്രോൾ വേണം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫൂഡിയാട്ടോ. നല്ലോണം എനിക്ക് ഭയങ്കര നല്ല ഫുഡ് കഴിക്കുന്ന ആളാണ്. ഡെസേർട്സ് ലൈക്ക് യു സെഡ്, ചീസ് കേക്ക് ഇസ് മൈ ഫേവറേറ്റ്. പക്ഷെ എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും സോങ് ഷൂട്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കൺട്രോളിലായിരിക്കും. എനിക്കത് ടെംപ്റ്റേ ആവില്ല. എന്റെ മുമ്പിൽ വെച്ചാൽ പോലും, എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് എന്റെ മുമ്പിൽ വെച്ചാൽ പോലും ഞാൻ അത് കഴിക്കില്ല. എനിക്ക് ഭയങ്കര വിൽ പവർ ഉള്ള ആളാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വിടും. ഇന്ന് ഉച്ചയ്ക്ക് ഞാനും ബാമയും ലഞ്ച് കഴിക്കുമ്പോൾ ഐ ഹാഡ് നൈസ് രസഗുല ആൻഡ് ഓൾസോ. അപ്പൊ ഐ ഇൻഡൽജ്. പക്ഷെ എന്തെങ്കിലും ഒരു ഗോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം വെരി സ്ട്രിക്റ്റ്. പ്ലസ് ഐ വർക്ക് ഔട്ട് എ ലോട്ട്. അതന്നെ ബാമ, നമ്മള് കഴിഞ്ഞിട്ട് സംസാരിച്ചാണ് 4 ബിരിയാണി കഴിച്ചിട്ട് ഫിറ്റ് ആയിരിക്കുന്ന ഒരാളെ രണ്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ 1.5 ആക്കി. ഈ ഇപ്പൊ ഒരു വേഷം ഡിമാൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഭൂമി പട്നായക്കൊക്കെ ദംലൊക്കെ ഈഷയിലൊക്കെ ചെയ്ത പോലെ കുറെ തടിക്കണം, പിന്നെ റിയൽ ലൈഫിന് വേണ്ടി കുറെ മെലിയണം. അങ്ങനത്തെ ഒരു വേഷം വരികയാണെങ്കിൽ ബാമ അതിനുവേണ്ടി ഒരു ശ്രമം എടുക്കുവോ? തീർച്ചയായും. ഞാൻ മദനോത്സവത്തിന് വേണ്ടി തടിക്കാൻ വേണ്ടിയായിരുന്നല്ലോ കഴിഞ്ഞ അവിടെ ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഞാനത് ചെയ്യും. അത് എന്നെ സംബന്ധിച്ച് അത് വളരെ ചാലഞ്ചിങ് ആയ ഒരു പരിപാടിയാണ്. ഡെഫിനറ്റ്ലി ഞാൻ അതിന് എങ്ങനെയായാലും എനിക്കത് ഭയങ്കര ചാലഞ്ചിങ്. പിന്നെ എനിക്കിത് ഇഷ്ടമാണ് അങ്ങനത്തെ എക്സ്പീരിയൻസ് നടത്താൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി ചെയ്യും. ഇപ്പം ഒരു ആക്ഷൻ സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉള്ള പ്രതീക്ഷകള് അതിനെ പലപ്പോഴും മീറ്റ് ചെയ്യാതെ വരുന്നത്, അതായത് ഫാൻസ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മമ്മൂക്ക പഞ്ച് ലൈൻസ് പറഞ്ഞ് സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ആ സ്വാഗ് ഉള്ള മമ്മൂക്കയാണ്. ആ മമ്മൂക്കയെ നമുക്ക് എത്രമാത്രം കിട്ടും? നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതില്. ഫാൻസിന് മമ്മൂട്ടി സാറിനെ എങ്ങനെ കാണണം എന്നുള്ള രീതിയിൽ വളരെ എന്താ പറയാ സ്റ്റൈലിഷായി അത്രത്തോളം സ്വാഗില് മമ്മൂട്ടി സാർ ഉണ്ട്. അതുപോലെ തന്നെ ഡീനു അത് പിക്ചറൈസ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് എന്തായാലും കാണാൻ വേണ്ടി പറ്റും. ഫാൻസ് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മമ്മൂട്ടി സാറിന് എന്തായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Dinu hasn't directed a film before, not even a short film. So was his vision so clear when it comes to a scene? It was very clear. I was also surprised to see it the first time because his vision is very clear. He knows what he wants. And the story, the way he's written the story, it's so you can, when he was narrating the script, you can understand the vision. And he has actually pulled off and executed the way he wanted it to, which is amazing. He's done justice to his script. I can just say that.